നമസ്കാരം. CMS വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനതല മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, CMS കോളേജ്, മഹാത്മാഗാന്ധി സർവകലാശാല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മാധ്യമങ്ങളും ജനാധിപത്യവും എന്ന വിഷയത്തിൽ സംസ്ഥാനതല സെമിനാർ സംഘടിപ്പിച്ചു. ദി ഐഡം മാനേജിംഗ് എഡിറ്ററും ഫ്രണ്ട്ലൈൻ മാസികയുടെ മുൻ സീനിയർ അസോസിയേറ്റ് എഡിറ്ററും ഡൽഹി ബ്യൂറോ ചീഫുമായ വെങ്കടേഷ് രാമകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തക KK ഷാഹിന, മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ, ദി ഐഡം ചീഫ് എഡിറ്ററും മീഡിയ വൺ മുൻ എഡിറ്റർ ഇൻ ചീഫുമായ CL തോമസ് എന്നിവർ വിവിധ ഘട്ടങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. മാധ്യമങ്ങളും പൊതുബോധ നിർമ്മിതിയും, മാധ്യമങ്ങളും ഭരണകൂടവും, ജനാധിപത്യത്തിന്റെ നാലാം തൂണ്, മാധ്യമങ്ങളും ജനാധിപത്യവും എന്നിവയായിരുന്നു പ്രബന്ധ വിഷയങ്ങൾ. മാധ്യമ നിരീക്ഷകനായ റെജി ലൂക്കോസ്, കേരള ബാർ കൗൺസിൽ ട്രഷറർ അഡ്വക്കേറ്റ് അജിതൻ നമ്പൂതിരി, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ, കോട്ടയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം പ്രിൻസിപ്പൽ ഡോക്ടർ ലിജി മോൾ പി ജേക്കബ്, കോട്ടയം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ എന്നിവർ പ്രതികരണങ്ങൾ അറിയിച്ചു. പരിഷത്ത് മുൻ ജനറൽ സെക്രട്ടറി TP ശ്രീശങ്കർ സെമിനാറിന് ക്രോഡീകരണം നിർവഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗം K രാജൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഫുട്ബോൾ ലഹരിയിൽ CMS. ലഹരി ഉപയോഗത്തെ ചെറുക്കാനും ഫുട്ബോൾ ലഹരി സ്വീകരിക്കാനും തയ്യാറായ CMSൽ ലോകകപ്പിന് ഉപയോഗിക്കുന്ന അതേ തരം ഫുട്ബോൾ അൽ റിഹ്ല വിദേശത്ത് നിന്നെത്തി. കോളേജ് ഗേറ്റിന് മുൻപിൽ സ്ഥാപിച്ച അൽ റിഹ്ല കോളേജ് വിദ്യാർത്ഥികൾക്ക് ഉത്സവ ലഹരിയായി. ഇതേ തുടർന്ന് വിവിധ ടീമുകളുടെ ആവേശം പ്രകടമാക്കുന്ന ഫാൻസ് മീറ്റ് അവിസ്മരണീയ അനുഭവമായി. ഫുട്ബോൾ ലഹരിയെ അഭിനന്ദിച്ചുകൊണ്ട് മീഡിയ വണ്ണിന്റെ റോഡ് കിക്ക് എത്തുകയും കമന്ററി മത്സരം, നൃത്ത പ്രകടനങ്ങൾ എന്നിവ നടത്തുകയും ചെയ്തു. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ കൈമാറുന്നതിനേക്കാൾ നല്ലത് ഫുട്ബോൾ പോലുള്ള കായിക ഇനങ്ങളുടെ ലഹരി കുട്ടികളിലേക്ക് പടർത്തുന്നതാണ് നല്ലതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ അറിയിച്ചു. കേരള ചെസ് അസോസിയേഷൻ സെക്രട്ടറി രാജേഷ് R രാജശ്രീ, കായിക അധ്യാപകരായ ഡോക്ടർ ചാൾസ് എ ജോസഫ്, ഡോക്ടർ ജാക്സൺ പോൾ എന്നിവരും സംസാരിച്ചു. ലഹരിക്കെതിരെ ക്യാമ്പസ് സംഘടിക്കണമെന്നും ഋഷിരാജ് സിംഗ്. CMS കോളേജിന്റെയും മലയാള മനോരമയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടി യുവതരംഗം സംഘടിപ്പിച്ചു. DGPയും എക്സൈസ് കമ്മീഷണറുമായിരുന്ന ഋഷിരാജ് സിംഗ് മുഖ്യ അതിഥിയായിരുന്നു. ലഹരിക്കെതിരെ ക്യാമ്പസ് സംഘടിക്കണമെന്നും കോളേജുകളിൽ അതിനായി ക്ലബ്ബുകൾ സജീവമാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ അധ്യക്ഷത വഹിച്ചു. മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ വിനോദ് നായർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ സന്ദേശമടങ്ങുന്ന കലാപരിപാടികളും അവതരിപ്പിച്ചു. മയക്കുമരുന്ന് ദുരുപയോഗവും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന ഹ്രസ്വചിത്രം കേസ് പുറത്തിറക്കി. കോട്ടയം CMS കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ G അനന്തൻ സംവിധാനം ചെയ്ത ചിത്രം ഓൺലൈനായാണ് പ്രദർശനം നടത്തുന്നത്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആന്റി നാർക്കോട്ടിക്സ് ക്ലബ്ബും CMS കോളേജ് സോഷ്യോളജി വിഭാഗവും ചേർന്ന് കവിതാ മത്സരങ്ങളും സംഘടിപ്പിച്ചു. മലയാള വിഭാഗത്തിൽ BCom സെൽഫിലെ ജമീർ ജുനൈദ്, MCom എയ്ഡഡിലെ അതുൽ M മേനോൻ എന്നിവരും, ഇംഗ്ലീഷ് വിഭാഗത്തിൽ BSc സുവോളജിയിലെ ശ്രേയ S നായർ, MSc ബയോടെക്നോളജിയിലെ മോഹിത് ബിജു എന്നിവർ സമ്മാനങ്ങൾ നേടി. കോളേജിന് പുതിയ യൂണിയൻ ഭാരവാഹികൾ. CMS കോളേജിലെ 2022-23 അക്കാദമിക വർഷത്തിലേക്ക് പുതിയ യൂണിയൻ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ചെയർപേഴ്സണായി 3ാം വർഷ മലയാള ബിരുദ വിദ്യാർത്ഥിനി ആര്യ P.യും വൈസ് ചെയർപേഴ്സണായി 2ാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിനി നന്ദന S.ഉം ജനറൽ സെക്രട്ടറിയായി 3ാം വർഷ വാണിജ്യശാസ്ത്ര സെൽഫ് ഫിനാൻസിംഗ് വിദ്യാർത്ഥിയായ നവാഫ് ഷാഹുൽ ഹമീദും യൂണിവേഴ്സിറ്റി കൗൺസിലറായി 3ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയായ മുഹമ്മദ് അസ്ലാം KS, 2ാം വർഷ സാമ്പത്തിക ശാസ്ത്ര ബിരുദ വിദ്യാർത്ഥിയായ ഋഷികരാജ് MJ എന്നിവരും, മാഗസിൻ എഡിറ്ററായി 1ാം വർഷം മലയാള ബിരുദ വിദ്യാർത്ഥി യദു കൃഷ്ണൻ PM.ഉം ആർട്സ് ക്ലബ് സെക്രട്ടറിയായി 2ാം വർഷ ഇംഗ്ലീഷ് സെൽഫ് ഫിനാൻസിംഗ് ബിരുദ വിദ്യാർത്ഥിയായ ഇമ S കൃഷ്ണയും തിരഞ്ഞെടുക്കപ്പെട്ടു. ലേഡി റെപ്രസെന്റേറ്റീവായി 3ാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിനിയായ ശ്രദ്ധ ശശീന്ദ്രനും 1ാം വർഷ മലയാള ബിരുദ വിദ്യാർത്ഥിനിയായ നിരഞ്ജന വിശ്വവും തിരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞാവാചകങ്ങൾ ഏറ്റുചൊല്ലി ഭാരവാഹികൾ സ്ഥാനമേറ്റു. ഡയലക്ടോസ് പുതിയ പതിപ്പ് പുറത്തിറങ്ങി. CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ പ്രമുഖ വ്യക്തിത്വങ്ങളുമായി നടത്തുന്ന അഭിമുഖ പരിപാടി ഡയലക്ടോസ് പുതിയ പതിപ്പ് പുറത്തിറങ്ങി. പ്രിൻസിപ്പൽ വർഗീസ് സി ജോഷുവയും ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം മേധാവി കവിത വിജയനുമായി ചേർന്ന് പ്രശസ്ത ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ഡോക്ടർ മനോജ് ജോൺസണുമായി സംവദിച്ചു.
ജീവിതശൈലി രോഗനിർണയവും മരുന്നുകളുടെ അമിത ഉപയോഗവും ചർച്ചയിൽ വിഷയങ്ങളായി. ഓൺ റിവ്യൂ 5ാം ഭാഗം പുറത്തിറങ്ങി. CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷ്വ വിദ്യാർത്ഥികളുമായി നടത്തുന്ന സംവാദ പരിപാടിയുടെ 5ാം ഭാഗത്തിൽ ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ റോജിമോൻ പി തോമസുമായി ചേർന്ന് നഗരവനം എന്ന പദ്ധതിയെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. നഗരത്തിനുള്ളിൽ ഒരു വനം എന്ന ആശയത്തോടെ CMS കോളേജ് കേരള സർക്കാർ വനം വകുപ്പിന്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് നഗരവനം. 5 സെന്റ് ഭൂമിയിൽ 140 ഇനങ്ങളിലുള്ള 450-ൽ പരം മരങ്ങളാണ് വെച്ച് പിടിപ്പിക്കുന്നത്. ശില്പശാലകൾ സംഘടിപ്പിച്ചു. കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും കോട്ടയം താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും CMS കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സംരംഭകത്വ അവബോധ ശില്പശാല നടന്നു. ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഗവേഷണ രീതിശാസ്ത്രത്തെക്കുറിച്ച് ശില്പശാല സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അപ്പു ജേക്കബ് ജോൺ നേതൃത്വം നൽകി. വെബിനാർ സംഘടിപ്പിച്ചു. CMS കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം എ റിവ്യൂ ഓഫ് ദ വർക്കിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അണ്ടർസ്റ്റാൻഡിംഗ് ദ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ക്രൈസിസ് ഇൻ ശ്രീലങ്ക എന്നീ വിഷയങ്ങളിൽ വെബിനാറുകൾ സംഘടിപ്പിച്ചു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ G. ഗോപകുമാർ, ശ്രീലങ്കയിലെ കൊളംബോ യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ വിഭാഗം മേധാവി പ്രൊഫസർ S. ചാമന്ത പത്മകുമാർ എന്നിവർ മുഖ്യപ്രഭാഷകരായിരുന്നു. പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ച് വിവിധ വിഭാഗങ്ങൾ. CMS കോളേജ് ചരിത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇമേജിനിങ് ദ നേഷൻ, ദ ക്വസ്റ്റ്യൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ഹോമോജീനിയസ് ഐഡന്റിഫൈ ഓഫ് ദ നേഷൻ എന്ന വിഷയത്തിൽ കായംകുളം MSM കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ ബിജു R.I.യും പാരിസ്ഥിതിക പഠന പ്രഭാഷണ പരമ്പരയിലെ 1ാമത്തെ പ്രഭാഷണം ന്യൂക്ലിയർ പവർ, പൊല്യൂഷൻ ആൻഡ് ചേഞ്ചിങ് ക്ലൈമറ്റ് ഇൻ ഇന്ത്യ എന്ന വിഷയത്തിൽ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഡോക്ടർ ഫെലോയായ ഡോക്ടർ അജ്മൽ ഖാനും പ്രഭാഷണങ്ങൾ നടത്തി. മീറ്റ് ദ സ്കോളർ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. CMS കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മീറ്റ് ദ സ്കോളർ പ്രഭാഷണ പരമ്പരയിലെ നവംബർ മാസ പ്രഭാഷണത്തിൽ ജില്ലാ നാർക്കോട്ടിക് സെൽ DYSP സിഡ് ജോൺ നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് വിഷയത്തിൽ സംസാരിച്ചു. CMS കോളേജ് ചരിത്ര വിഭാഗം സംഘടിപ്പിച്ച ഡോക്ടർ CV ചെറിയൻ അനുസ്മരണ പ്രഭാഷണത്തിൽ ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിലെ മുൻ പ്രൊഫസർ റവറൻഡ് ഡോക്ടർ ജോർജ് ഉമ്മൻ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ്സ് ആൻഡ് മോഡേണിറ്റി ഇൻ കേരള എന്ന വിഷയത്തിൽ സംസാരിച്ചു. WTP ലൈവിന്റെ സാഹിത്യ പുരസ്കാരം CMS കോളേജ് അധ്യാപകന്. WTP ലൈവിന്റെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരങ്ങളിൽ വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിൽ CMS കോളേജ് ചരിത്ര വിഭാഗം അധ്യാപകൻ വിനിൽ പോൾ പുരസ്കാരം നേടി. അടിമ കേരളത്തിന്റെ അദൃശ്യ ചരിത്രം എന്ന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. റെസിസ്റ്റന്റ് ബോക്സിന്റെ പുതിയ രൂപവുമായി CMS. ഫിസിക്സ് വിഭാഗം ലാബ് അസിസ്റ്റന്റ് റിജോ മാത്യു കണ്ടുപിടിച്ച റെസിസ്റ്റന്റ് ബോക്സിന്റെ പരിഷ്കരിച്ച രൂപം പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷ്വ കോളേജിനായി സമർപ്പിച്ചു. PhD അഡ്മിഷൻ നേടി CMS വിദ്യാർത്ഥി. CMS കോളേജ് രസതന്ത്ര വിഭാഗം വിദ്യാർത്ഥി ലക്ഷ്മി അനിൽ കാനഡയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് റിസർച്ച് എനർജി മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ തിയറിറ്റിക്കൽ പ്ലാസ്മ കാറ്റലിസിൽ PhD അഡ്മിഷൻ നേടി. ട്യൂഷൻ ഫീസ് ഒഴിവാക്കി 25 ലക്ഷം വരുന്ന വാർഷിക സ്കോളർഷിപ്പ് ആണ് ലക്ഷ്മിക്ക് ലഭിക്കുന്നത്. UGC നെറ്റ് പരീക്ഷയിൽ വിജയം നേടി CMS കോളേജ് വിദ്യാർത്ഥികൾ. സോഷ്യോളജി വിഭാഗം വിദ്യാർത്ഥികളായ ഭാരത് S. പണിക്കർ, നിമ്മി അയ്യപ്പൻ, ജോജി ജോർജ് എന്നിവർ നെറ്റ് യോഗ്യത നേടി. അഴിമതിമുക്ത കേരളം സെമിനാർ നടത്തി. വിജിലൻസ് ബോധവൽക്കരണ വാരാഘോഷങ്ങളുടെ ഭാഗമായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ സഹകരണത്തോടെ അഴിമതിമുക്ത കേരളം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. DYSP VR രവികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പോലീസ് ഇൻസ്പെക്ടർ G. അനൂപ് വിഷയം അവതരിപ്പിച്ചു. പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. CMS കോളേജ് വുമൺ സ്റ്റഡി സെന്ററും കരിയർ ഗൈഡൻസ് പ്ലേസ്മെന്റ് സെന്ററും ചേർന്ന് നവംബർ 30 മുതൽ ഡിസംബർ 4 വരെ പെൺകുട്ടികൾക്ക് വേണ്ടി മഹീന്ദ്ര സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. CMS കോളേജ് കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെന്റർ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന പേരിൽ 3 ദിവസങ്ങളിലായി അഭിരുചി പരീക്ഷയും വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു. ദിനാചരണം നടത്തി. ബയോടെക്നോളജി വിഭാഗവും വനിതാ അധ്യാപക കൂട്ടായ്മയായ ഉഷസും ചേർന്ന് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് എതിരെയുള്ള അന്തർദേശീയ ദിനം ആചരിച്ചു. ബയോടെക്നോളജി വിഭാഗം വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും സ്കിറ്റ് അവതരണവും നടന്നു. ബോധവൽക്കരണ പരിപാടി നടന്നു. CMS കോളേജ് വുമൺ സ്റ്റഡി സെന്ററും വനിതാ അധ്യാപക കൂട്ടായ്മയായ ഉഷസും ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലുമായി ചേർന്ന് സ്ഥാനാർബുദ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആസ്റ്റർ മെഡിസിറ്റി ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ആമിന ആസ്മിൻ നേതൃത്വം നൽകി. അന്തർദേശീയ സയൻസ് ദിനാചരണവുമായി CMS.
അന്തർദേശീയ സയൻസ് ദിനാചരണവുമായി ബന്ധപ്പെട്ട് വേൾഡ് സയൻസ് ഡേ ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന വിഷയത്തെ ആധാരമാക്കി CMS കോളേജ് രസതന്ത്ര വിഭാഗം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രസതന്ത്ര വിഭാഗം മേധാവി പ്രൊഫസർ സുമോദ് M. ജോൺ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിനെ തുടർന്ന് ഒറിഗാമി കോമ്പറ്റീഷൻ, എലിക്യൂഷൻ കോമ്പറ്റീഷൻ, ക്വിസ് കോമ്പറ്റീഷൻ, ഹൈക്ക്, ടോക്ക് ആൻഡ് വിൻ കോമ്പറ്റീഷൻ എന്നിവ നടന്നു. സ്പേസ് വീക്ക് ആചരണം നടത്തി CMS കോളേജ് ഊർജ്ജതന്ത്ര വിഭാഗം. സ്പേസ് വീക്കുമായി ബന്ധപ്പെട്ട് CMS കോളേജ് ഊർജ്ജതന്ത്ര വിഭാഗം മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഡിജിറ്റൽ പോസ്റ്റർ മേക്കിംഗ് മത്സരം, ഫിലിം റിവ്യൂ മത്സരം എന്നീ ഇനങ്ങളിൽ വാശിയേറിയ മത്സരങ്ങൾ നടന്നു. കേരളപ്പിറവി ആഘോഷിച്ച് CMS കോളേജ് മലയാള വിഭാഗം. നവംബർ 1 കേരളപ്പിറവി ദിനാചരണവുമായി ബന്ധപ്പെട്ട് CMS കോളേജ് മലയാള വിഭാഗം നാടൻപാട്ട്, പ്രശ്നോത്തരി എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മികച്ച പ്രബന്ധ അവതരണത്തിന് പുരസ്കാരം. രസതന്ത്ര വിഭാഗം ഗവേഷണ വിദ്യാർത്ഥി റഹിൻ സുലൈ മികച്ച പ്രബന്ധ അവതരണത്തിനുള്ള പുരസ്കാരത്തിന് അർഹനായി. ദുബായിൽ നടന്ന 3ാമത് ഗ്ലോബൽ കോൺഗ്രസ് ഓൺ കെമിസ്ട്രി ആൻഡ് കാറ്റലിസ്റ്റ് നടത്തിയ മത്സരത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. അസോസിയേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. CMS കോളേജിലെ ഇംഗ്ലീഷ് സെൽഫ് ഫിനാൻസിംഗ്, വാണിജ്യശാസ്ത്രം, മലയാളം, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ്, ഗണിതശാസ്ത്രം, ബയോടെക്നോളജി എന്നീ അസോസിയേഷനുകൾ പ്രവർത്തനം ആരംഭിച്ചു. ബസേലിയസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജ്യോതിമോൾ ഇംഗ്ലീഷ് അസോസിയേഷന്റെയും പുസ്തകം ഫൗണ്ടറും ഓതറുമായ അശ്വിൻ രാജ് ഇംഗ്ലീഷ് സെൽഫ് ഫിനാൻസ് വിഭാഗത്തിന്റെയും NCS വസ്ത്രയുടെ CEO അഗസ്റ്റിൻ ലാജിപ്പോൾ വാണിജ്യശാസ്ത്ര വിഭാഗത്തിന്റെയും പ്രശസ്ത കഥകളി കലാകാരൻ കുടമാളൂർ മുരളീകൃഷ്ണൻ മലയാളം അസോസിയേഷന്റെയും പ്രശസ്ത ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ മനോജ് ജോൺസൺ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് അസോസിയേഷന്റെയും SB കോളേജ് ഗണിതശാസ്ത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ ഷൈൻ മാത്യു ഗണിതശാസ്ത്ര അസോസിയേഷന്റെയും PC കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പലായ ഡോക്ടർ R. ജയരാജ് ബയോടെക്നോളജി അസോസിയേഷന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. കബഡി മത്സരത്തിൽ റണ്ണറപ്പായി CMS. MG യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് കബഡി മെൻസ് ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് റണ്ണറപ്പായി CMS കോളേജ് തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ തിളങ്ങി CMS. കേരള സ്റ്റേറ്റ് റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ സോളോ ഡാൻസിൽ ഫിസിക്സ് വിഭാഗം വിദ്യാർത്ഥി ആഞ്ചലിൻ ഗ്ലോറി ജോർജ്, BCom എയ്ഡഡിലെ ഹരിദ്ദുത് എന്നിവർ യഥാക്രമം സ്വർണം, വെള്ളി മെഡലുകൾ കരസ്ഥമാക്കി. ക്ലാസിക് സ്ലാലോ മത്സരത്തിൽ ബയോടെക്നോളജി വിഭാഗം വിദ്യാർത്ഥിനി ഗോപിക ഗോപൻ വെള്ളി മെഡലും കരസ്ഥമാക്കി. ബോധവൽക്കരണം നടത്തി NSS, നാഷണൽ സർവീസ് സ്കീം, DKMS, BMST ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ബ്ലഡ് ക്യാൻസർ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് CMS കോളേജ് ബോട്ടണി വിഭാഗം അധ്യാപികയായിരുന്ന പ്രൊഫസർ പെഗ്ഗി കുരുവിള, മുൻ ലൈബ്രറിയൻ കുരുവിള ജോർജ് എന്നിവരുടെ മരണത്തിൽ CMS കോളേജ് അനുശോചനം രേഖപ്പെടുത്തുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. വാർത്തകൾ വായിച്ചത് നൂബിയ മാത്യു. കൂടുതൽ വാർത്തകൾക്കായി CMS യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.